ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് ടേസ്റ്റ് ചെയ്തതിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്ദിനിൻ്റെ 1 ലിറ്ററിൻ്റെ പാലും പിന്നെ കസ്റ്റാർഡ് പൗഡറും ബനാന, ഷമാമ്, കാഷ്നട്ട്, കിസ്മിസ്, ഗ്രേപ്സ്, ഇത്ര സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള സാധനം വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണ്ടത് ചെയ്തെടുക്കാൻ. നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് കസ്റ്റാർഡൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മൾ പാലിലേക്ക് കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുക. കസ്റ്റാർഡ് മിക്സ് ചേർത്തതിന് ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ കസ്റ്റാർഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ബനാന, ഷമാമ്, ഗ്രേപ്സ്, കിസ്മിസ്, കാഷ്നട്ട്. നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് വളരെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.